ചില കാര്യങ്ങളിൽ ചിലർക്ക് കൃത്യസമയത്ത് കൃത്യമായ മറുപടി ആവശ്യമാണ്. മറുപടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഉദാത്തമായിട്ടുള്ള ഒരു വികാരമാണ് പ്രണയം. എന്നാൽ പ്രണയം ഒരു കെണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധം എന്ന ഒരു ഓമനപ്പേര് ഇട്ടുകൊണ്ട് മതപരമായിട്ടുള്ള അജണ്ട നടപ്പാക്കാനുള്ള ഒരു യുദ്ധമുറയായി പ്രണയത്തെ ചില തീവ്രവാദ മനോഭാവമുള്ളവർ ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രണയത്തെ ഭീകരവാദ സംഘടനകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഉപാധിയായി ഭീകര സംഘടനകൾ പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത വർദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഒപ്പം തന്നെ ആരെ പ്രണയിച്ചാലും കുഴപ്പമില്ല, പ്രണയിക്കുന്നത് മനുഷ്യനെ ആയാൽ മതി, അത്തരം പ്രണയത്തിന് എല്ലാവിധ പിന്തുണയുമായി ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന പ്രബോധനവുമായി ചിലർ ഉയർന്നെഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അർഹിക്കുന്നുണ്ട്. കാരണം ഇത്തരം പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രണയത്തെ കെണിയായി ഉപയോഗിക്കുന്നവർ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നത്, കെണിയിൽ വീഴ്ത്തുന്നത് ഈ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന യുവ തലമുറയെ തന്നെയാണ്. ഒപ്പം ഇത്തരത്തിലുള്ള പ്രണയത്തെ സംബന്ധിച്ചുള്ള അബദ്ധ ജടിലമായിട്ടുള്ള പ്രബോധനങ്ങൾ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള യുവജനങ്ങളെ വളരെ വലിയ രീതിയിൽ വഴിതെറ്റിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അർഹിക്കുന്നു. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്. ഫാദർ ടോം ഒലിക്കരോട്, അങ്ങേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം ഫാദർ ടോം ഒലിക്കരോട്, നമുക്കറിയാം ഈ ഒരു പ്രണയം ഈ ഒരു കാലഘട്ടത്തിൽ ഈ പല പുരോഗമന ചിന്താഗതിയുള്ളവർ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഐഡിയോളജി ഉള്ളവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ മതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ഒന്നായി തീർന്ന യുവ മിഥുനങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ പല പോസ്റ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇവരുടെ ഈ വിപ്ലവ അഭിവാദ്യങ്ങൾ ചില അതിർവരമ്പ് ഭേദനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു വിരോധാഭാസം. അതവിടെ നിൽക്കട്ടെ. എന്നാൽ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇത്തരം ഈ നിരീശ്വരവാദ ചിന്താഗതി ഉള്ളവർ അല്ലെങ്കിൽ ലെഫ്റ്റ് ഐഡിയോളജി ഉള്ളവർ പറയുന്നൊരു കാര്യമാണ്, മനുഷ്യരെ എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്, അതുകൊണ്ട് തന്നെ ഏത് മനുഷ്യനെ പ്രണയിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ. എന്നാൽ ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനവും ഇല്ലാത്തവർ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിവാഹ ജീവിതത്തിൽ ഒരു മതത്തിനുള്ള ഒരു പ്രാധാന്യത അല്ലെങ്കിൽ പ്രണയത്തിൽ ഒരു മതത്തിനുള്ള ഒരു പങ്ക് അല്ലെങ്കിൽ പ്രാധാന്യത എത്രത്തോളമുണ്ട് ഫാദർ ടോം ഒലിക്കരോട്? നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തെ ബെനഡിക്റ്റ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് ഇതൊരു ആപേക്ഷികതയുടെ സർവാധിപത്യം നടക്കുന്ന കാലഘട്ടമാണ്. റിലേറ്റീവ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ റിലേറ്റിവിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാം ആപേക്ഷികമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മതവും വിശ്വാസവും എല്ലാം ആപേക്ഷികമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലർ അറിഞ്ഞും അറിയാതെയും വിശ്വാസികൾ എന്ന ലേബലിലുള്ളവരും ഈ ആപേക്ഷികതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ആരെയും പ്രണയിക്കാം, ഏത് മതത്തിൽപ്പെട്ടയാളെയും വിവാഹം കഴിക്കാം, മനുഷ്യനായാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്കിടയിലേക്ക് പതുക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ വീക്ഷണത്തിൽ വിവാഹം എന്ന് പറയുന്നതിനെ നമ്മൾ വിശ്വാസമില്ലാത്തവരോ നിരീശ്വരാദിവാദികളോ ഒക്കെ കാണുന്ന പോലെ ഒരു സാമൂഹ്യ സംവിധാനം മാത്രമായിട്ടല്ല കാണുന്നത്, മറിച്ച് അതൊരു ദൈവിക സംവിധാനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിന്റെ ആരംഭത്തിൽ വിവാഹത്തിന്റെ പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ദൈവം കുടുംബത്തെ സ്ഥാപിക്കുന്ന ചിത്രത്തോടുകൂടിയാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വിവാഹം വെറും ഒരു സാംസ്കാരിക സാമൂഹ്യ വിഷയമല്ല, അതിലപ്പുറം അതൊരു ദൈവിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിൽ വിവാഹം എന്ന് പറയുന്നതിനെ ഒരു കൂദാശ എന്നാണ് വിളിക്കുന്നത്. അതൊരു സാമൂഹ്യ ആചാരമല്ല, ഒരു കൂദാശയാണ്, ഒരു ദൈവിക പ്രവൃത്തിയാണ്. എപ്പോഴാണ് വിവാഹം കൂദാശയായി വിശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് മാറുന്നത്? ഒരു സ്ത്രീയും പുരുഷനും അവരെ തമ്മിൽ അവരുടെ ഇടയിൽ ഈശോയുടെ മിശിഹായുടെ സാന്നിധ്യം ചേരുമ്പോഴാണ് വിവാഹം ഒരു ദൈവിക പ്രവൃത്തിയായിട്ട് മാറുന്നത്.
അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ശാരീരികമായി ഒരുമിക്കുകയല്ല, അതിലപ്പുറം ദൈവ സാന്നിധ്യമാണ് അവരെ ചേർത്ത് നിർത്തുന്നത്, മിശിഹായുടെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് കത്തോലിക്ക സഭയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ പുസ്തകങ്ങൾ ഒന്നാണ് ത്രീ ടു ഗെറ്റ് മാരീഡ് എന്ന് പറഞ്ഞ് ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന അനുഗ്രഹീത പ്രഭാഷകൻ, അമേരിക്കൻ ബിഷപ്പിന്റെ പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയാണ്, ക്രൈസ്തവ വിവാഹം 3 പേർ തമ്മിലുള്ള ഐക്യമാണ്, സ്ത്രീയും പുരുഷനും, പിന്നെ അവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യവും. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാതെ പോകുന്ന ആളുകളാണ് പറയുന്നത്, ആരെയും നിങ്ങൾക്ക് പ്രണയിക്കാം, ഏത് മതത്തിൽപ്പെട്ടാലും വിഷയമില്ല, ഏത് ജാതിയിൽപ്പെട്ടാലും വിഷയമില്ല. ഇങ്ങനെ ഒരു ആവേശികത അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക്, കൗമാരക്കാരിലേക്കൊക്കെ നമ്മൾ കുത്തിവെക്കുമ്പോൾ അവർ അറിയാതെ നിഷേധിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈശോ മിശിഹായിലൂടെ കൈവന്ന രക്ഷയുടെ വിലയാണ് നിഷേധിച്ച് കളയുന്നത്. അപ്പോൾ ഇത് ശരീരത്തിന്റെ ശാരീരിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി അല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ വിവാഹം. അതൊരു ദൈവിക പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഒരു സംസ്കാരത്തിനും വിശ്വാസത്തിനും എല്ലാം 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ മതവും വിശ്വാസവും പ്രസക്തമല്ല എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈശോ മിശിഹായിലൂടെ കൈവന്ന രക്ഷയെ നിഷേധിച്ചു കളയുന്നു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്കും പുരുഷനും ഇടയിൽ മിശിഹായുടെ സാന്നിധ്യം അവരെ ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന അപകടകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമുക്കറിയില്ല, ഈ കാലഘട്ടങ്ങളിൽ ഈ ആവേശികവാദം പല മേഖലകളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് കടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തു മതത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. അതുകൊണ്ട് സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവകരമായ പുരോഗമനകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ അതിന്റെ പ്രമാണരേഖകളിൽ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത് ഗാർഹിക സഭ എന്നാണ്. ഒരു തിരുസഭയുടെ ഒരു ചെറിയ പതിപ്പ് നമ്മൾ ഒരു കുടുംബത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ വിശ്വാസത്തിന് വിലയുണ്ട്, ക്രൈസ്തവ സംസ്കാരത്തിന് വിലയുണ്ട്, വാല്യൂ സിസ്റ്റത്തിന്, മൂല്യബോധത്തിന് വിലയുണ്ട്. ഇതില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ലക്ഷ്യം ഈ സഭയുടെ തകർച്ചയാണോ എന്നാണ് ജോർജി നമ്മൾ യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആപേക്ഷികത പ്രചരിപ്പിച്ച് നമ്മുടെ കുട്ടികളെ മിശ്രവിവാഹങ്ങൾക്കോ അല്ലെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ആളുകളെ വിവാഹം കഴിച്ച് ക്രൈസ്തവ സംസ്കാരത്തെ തന്നെ വളരെ ലൈറ്റായിട്ട് അവഗണിച്ചു കളയാനൊക്കെ പ്രേരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിയെ അതിൽ നിന്ന് തടയുന്നു എന്നുള്ള, അത് നിഷേധിക്കുന്നു എന്നുള്ള ആധ്യാത്മിക അപകടത്തിലേക്കാണ് ജോർജി കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രബോധനങ്ങളെയോ പ്രചരണങ്ങളെയോ ഒക്കെ ക്രൈസ്തവ സംസ്കാരത്തിന്റെ മേൽ, മൂല്യബോധത്തിന്റെ മേൽ, വിശ്വാസത്തിന്റെ മേലുള്ള അധിനിവേശത്തിന്റെ അപകടകരമായ ശ്രമങ്ങളായിട്ടാണ് ജോർജി യഥാർത്ഥത്തിൽ വിവേകവും ജാഗ്രതയുമുള്ള ക്രൈസ്തവ സമൂഹം, ആത്മീയ നേതാക്കന്മാർ ഇതിനെ തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അങ്ങ് വ്യക്തമായിട്ട് തന്നെ അത് പറഞ്ഞു. എൻ്റെ അടുത്തൊരു ചോദ്യം, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായിട്ട് നിലനിൽക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് പരിശുദ്ധ ബൈബിളും ഒപ്പം തന്നെ സഭാ പഠനങ്ങളും. ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ഈ മിശ്ര വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ പരിശുദ്ധ ബൈബിളിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരാമർശമോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു പ്രബോധനം പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഫാദർ ടോം മൊലിക്കർ. ബൈബിളും സഭയുടെ പ്രബോധനവും വളരെ കൃത്യമായിട്ട് ഇന്റർഫെയ്ത്ത് മാരേജ്, ഇതര മതസ്ഥരുമായിട്ടുള്ള കൂടിച്ചേരലുകളെ കൃത്യമായി അതിനെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അബ്രാഹം, പൂർവ്വപിതാവായ അബ്രാഹം, രക്ഷാകര ചരിത്രം തുടങ്ങുന്ന അവിടാണ്. ഈ അബ്രാഹം മകനായ ഇസഹാക്കിന് ഒരു വധുവിനെ കണ്ടെത്തേണ്ടി വരുമ്പോൾ അയാളുടെ ദാസനോട് പറയുന്നത് അന്യജാതിയിലോ അന്യ കുലത്തിലോ പെട്ടാതെ സ്വജാതിയിൽ, സ്വസംസ്കാരത്തിൽപ്പെട്ട ഒരുവളെ മകന് ഭാര്യയായി കണ്ടെത്തണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ബൈബിളിലെ വളരെ സവിശേഷമായ ഒരു പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം. അതിന്റെ 7:13 നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: വിജാതീയരുമായി നിങ്ങൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത്. വളരെ കൃത്യമാണ് ബൈബിളിന്റെ വീക്ഷണം. ഇനി ഇസ്രായേൽ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറിയത് ഇസ്രായേൽ രാജാക്കന്മാർ അന്യദേശത്ത് പോയി അന്യമതത്തിൽപ്പെട്ട
അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന സംസ്കാരത്തിലുള്ള സ്ത്രീകളെ വിവാഹം ചെയ്ത് ഈ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് തകർച്ചയുടെ ഒക്കെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നവീകരണ ശ്രമങ്ങൾ യഹൂദ മതത്തിൽ നടന്നതിനെ കുറിച്ച് പറയുന്ന എസ്ര, നെഹമിയ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെയും സ്വജാതിയിൽ നിന്നും സ്വന്തം ജനത്തിൽ നിന്നും ഒരു സാംസ്കാരികമായ ഐക്യവും വിശ്വാസത്തിന്റെ ഒരുമയും വിവാഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറയുന്നുണ്ട്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പത്രോസ് ലീഹായും അതുപോലെ പൗലോസും, പ്രത്യേകിച്ച് പൗലോസ് കോരിന്തോസ് ലേഖനത്തിന്റെ 1 Corinthians 7:15 7:15 വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിന്, ആധ്യാത്മിക ജീവിതത്തിന് അവിശ്വാസിയായ ജീവിത പങ്കാളി അയാളുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സമാവുകയാണെങ്കിൽ ആ വിവാഹബന്ധം വേർപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തെയും യേശുക്രിസ്തു തന്റെ അമൂല്യമായ രക്തത്തിലൂടെ വീണ്ടെടുത്ത ആത്മാവിന്റെ വിലയുമാണ് വിശുദ്ധ വേദപുസ്തകം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത്. ആ രക്ഷയെ നിഷേധിക്കുകയോ ആ വിശ്വാസം ജീവിക്കുന്നതിന് തടസ്സമാവുകയോ ക്രൈസ്തവ ജീവിത ശൈലിക്ക് മാർഗഭ്രംശം വരുത്തുകയോ ചെയ്യാവുന്നത് കൊണ്ടാണ് മിശ്രവിവാഹങ്ങളെ, ഇന്റർഫെയ്ത്ത് മാരേജുകളെ വേദപുസ്തകം കൃത്യമായി അതിനെതിരെ പ്രബോധനം തരുന്നത്. ഇനി നമ്മൾ സഭയുടെ പഠനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 3 പ്രധാനപ്പെട്ട സഭാ രേഖകൾ നമ്മളിവിടെ ഈ ഇന്റർഫെയ്ത്ത് മാരേജുമായിട്ട് കാണാം. അത് 1970 മാട്രിമോണിയ മിക്സ എന്ന് പറഞ്ഞ് പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രബോധന രേഖയുണ്ട്. അതുപോലെ തന്നെ 1981 ഫമിലിയാരിസ് കോൺസോർസിയോ എന്ന് പറഞ്ഞ് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ഒരു പ്രബോധന രേഖയുണ്ട്. പിന്നീട് 2016 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അമോറിസ് ലെത്തീസിയ. ഈ 3 പ്രബോധന രേഖകളും വിശ്വാസത്തിന്റെ ഒരു പങ്കുവയ്പ്പിന്റെ പ്രാധാന്യം കുടുംബജീവിതത്തിൽ, വിവാഹത്തിൽ ഉള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രേഖകൾ അടിയറായിട്ട് പറയാണ്, ഈ ദമ്പതികൾ തമ്മിലുള്ള വ്യക്തിയെ തമ്മിലുള്ള ഐക്യം, യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണ് അവർ ഒരുമിപ്പിക്കുന്നത്. മിശിഹ ഇല്ലെങ്കിൽ അവിടെ ഒരു ഒരുമയില്ല വ്യക്തികൾക്കിടയിൽ, ദമ്പതികൾക്കിടയിൽ. അതുകൊണ്ട് ക്രൈസ്തവ വീക്ഷണത്തിൽ വിശുദ്ധ ബൈബിൾ സഭാ പ്രബോധനങ്ങൾ അടിവരയിട്ട് പറയാണ്, സ്ത്രീയുടെയും പുരുഷന്റെയും ദാമ്പത്യ ഐക്യത്തിന്റെ അടിത്തറ അവർ ഒരുമിച്ചത്, ഒരു ശരീരമായിട്ട് മാറുന്നത് മിശിഹായിലാണ്. അപ്പോൾ നിങ്ങൾ ആരെയും കല്യാണം കഴിച്ചോ, ആരെയും പ്രേമിച്ചോ, എനി കാസ്റ്റ്, എനി റിലീജിയൻ എന്ന് പറയുന്നവർ നമ്മുടെ കർത്താവ് മിശിഹായിലുള്ള ഈ വലിയ കൗദാശിക ഐക്യത്തെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളാണ്. വളരെ അപകടകരമാണ്. ക്രൈസ്തവ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കി കളയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി കളിച്ചിനും കൂടെ ആധികാരികമായിട്ട് സഭ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിന്റെ 1633 മുതൽ 1637 വരെയുള്ള പാരഗ്രാഫുകൾ വിശ്വാസത്തിന്റെ പങ്കുവയ്പും അതിന്റെ തുടർച്ചയും കുടുംബത്തിൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാവേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത് ജോർജി. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകവും സഭയുടെ പ്രബോധനങ്ങളും വളരെ കൃത്യമായി ഒരു വ്യക്തിയുടെ ആത്മാവിന് ഈ മിശ്രവിവാഹത്തിലൂടെ വരാവുന്ന അപകടത്തെക്കുറിച്ച് കരുതലും ജാഗ്രതയും വേണം. മിശ്രവിവാഹങ്ങൾ അനുവദിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നിതാന്ത ജാഗ്രത വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിശ്വാസത്തിന്റെ പങ്കുവയ്പ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഈ സഭാപ്രബോധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും പഠിക്കാത്ത ആളുകളാണ് തങ്ങളുടെ പ്രസംഗങ്ങളിലോ തങ്ങളുടെ പഠനങ്ങളിലോ ഒക്കെ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, കൗമാരക്കാരെ ഇതെല്ലാം വളരെ ആപേക്ഷികമാണെന്നുള്ള ചിന്തയിലേക്ക്, ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ വില മനസ്സിലാക്കാതെ അവരെ അപകടത്തിൽപ്പെടുത്താൻ കാരണമാകുന്നത്. ഇങ്ങനെ നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ജോർജ്, ഒരു കാര്യം കൂടെ നമ്മൾ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പ്രണയത്തിന് പ്രായമുണ്ടോ? ഏത് വയസ്സുകാരനും പ്രണയിക്കാം അല്ലെ? ആ തരത്തിലുള്ള പ്രബോധനങ്ങൾ നടക്കുന്നുണ്ട്. വായിച്ച ഒരു ചെറിയൊരു തമാശ പോലെ ഒരു സംഗതി പറയാം. ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ തമ്മിൽ ഭയങ്കര അടി കൂടുകയാണ്. അവർ തമ്മിൽ കെട്ടിപ്പറഞ്ഞ് അടി കൂടുന്നു. ഇത് കണ്ട അധ്യാപകൻ ചെന്ന് 2 പേരെയും പിടിച്ച് മാറ്റി നിർത്തിയിട്ട്, എന്തിനാടാ നിങ്ങൾ തല്ലുകൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ ഭയങ്കര കലിപ്പിൽ പറയാണ്, സാറേ ഇവൻ എന്റെ പെണ്ണിനെ നോക്കിയെന്ന് പറയാണ്. ക്ലാസ്സിലാണ്. അപ്പൊ ഇപ്പൊ പ്രണയത്തിന് പ്രായമുണ്ടോ കൗമാരക്കാർ? പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ജോർജി, ഏത് പ്രായത്തിലും നിങ്ങള് നഴ്സറിയിലെ പ്രണയിച്ചോ എന്നൊക്കെ പറഞ്ഞാലുണ്ടാവുന്ന അപകടം, പ്രണയത്തിനൊരു ഒരു ഒരു എല്ലാത്തിനും ഈ പ്രപഞ്ചത്തിൽ ഒരു സമയമുണ്ടല്ലോ. പ്രകൃതിക്ക് ഒരു സമയം, ഒരു താളമുണ്ട്. അത് തെറ്റിയാലാണ് പ്രകൃതിയുടെ താളം തെറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. മഴ പെയ്യേണ്ട സമയത്താണല്ലോ മഴ പെയ്യേണ്ടത്.
കാലം തെറ്റി പെയ്യാൻ പാടില്ല. അതുപോലെ മരങ്ങൾ പൂക്കുന്നതിന്, ഇല കൊഴിയുന്നതിന്, പൂക്കൾ വിരിയുന്നതിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അങ്ങനെയാണ് വേദപുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗകൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? ആകാശത്തിന് കീഴെ ഭൂമിയിൽ സമസ്ത കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട്, ജനിക്കാൻ, മരിക്കാൻ, ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രണയിക്കാൻ ഒരു സമയമുണ്ട് ജോർജി. അത് ഏത് സമയത്ത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, നഴ്സറി പഠിക്കുമ്പോൾ അല്ല, അതിനൊരു സമയമുണ്ട്. ബാല്യവും കൗമാരവും യഥാർത്ഥത്തിൽ പ്രണയിച്ചാൽ നഷ്ടപ്പെടുന്നത് ജീവിതമാണ് നമ്മുടെ കുട്ടികൾക്ക്. ഉദാഹരണം, അറിവിനെ, പുസ്തകങ്ങളെ, വിദ്യാലയത്തെ, വീടിനെ, പരിസരങ്ങളെ ഒക്കെ പ്രണയിക്കേണ്ട, സ്നേഹിക്കേണ്ട പ്രായത്തിൽ ഈ കുട്ടികൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഒരു ബോയിയുടെ, ഒരു ഗേളിന്റെ പുറകെ നടന്നാൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ബാല്യത്തിന്റെയും കൗമാരത്തിന്റെയും വസന്തമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുമ്പോൾ പറമ്പക്കാവിന്റെയും അതുപോലെ തിരുവമ്പാടിയുടെ ഒക്കെ വെടിക്കെട്ട് കാണുന്ന പൂരം കാണുന്ന ആളുകളെ, കരിമരുന്ന് കാണുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ ജോർജി മനസ്സിലാവും, ഇന്ന് ആരും സ്വന്തം കണ്ണുകൊണ്ട് കരിമരുന്ന് പ്രകടനം കാണുന്നില്ല. പിന്നെയോ അവരെല്ലാവരും അവരുടെ പരമാവധി 6 ഇഞ്ച് വലിപ്പമുള്ള മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലാണ് ഇന്ന് കരിമരുന്ന് കാണുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ ശരിയല്ലാത്ത, സമയമാകുന്നതിന് മുമ്പ് പ്രണയിക്കുന്ന ഈ കുട്ടികൾ കൗമാരത്തിൽ, പഠിക്കേണ്ട പ്രായത്തിൽ, ജീവിതത്തിൽ വിജയിക്കേണ്ട, പരിശ്രമം നടത്തേണ്ട പ്രായത്തിൽ പ്രണയിക്കുന്ന കുട്ടികൾ ഇതുപോലെ ആകാശം നഷ്ടപ്പെട്ട കുട്ടികളാണ്. സൗഹൃദത്തിന്റെ വിശാല ആകാശത്തിന് പകരം അവര് ഒരു വ്യക്തിയുടെ ലിമിറ്റഡ് സ്പേസിലേക്ക് തങ്ങളുടെ സകല സന്തോഷത്തെ നശിപ്പിച്ചു കളഞ്ഞ് ആകാശം നഷ്ടപ്പെടുന്ന കുട്ടികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇമോഷണൽ മെച്യൂരിറ്റി വരുന്നതും അതുപോലെ ഇന്റലക്ച്വൽ മെച്യൂരിറ്റി, ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്. 21 വയസ്സാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഇന്റലക്ച്വൽ മെച്യൂരിറ്റി, തീരുമാനമെടുക്കാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത്. ലോകത്തിലെ പാഠ്യവ്യവസ്ഥിതികൾ, സർവകലാശാലകളെല്ലാം ഈ തത്വത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് ഈ ബൗദ്ധിക പക്വത വരുന്നതിന് മുൻപേ എടുക്കേണ്ട തീരുമാനമല്ല. പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുമ്പോൾ ആൺപെൺ സൗഹൃദങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ, നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാവട്ടെ. പ്രണയത്തിനൊരു സമയമുണ്ട്. ലോകം കണ്ട മഹാബുദ്ധിമാന്റെ പേരാണ് സോളമൻ. ബൈബിൾ പറയുന്നത്, അദ്ദേഹം പ്രണയത്തെക്കുറിച്ച്, ബൈബിളും കത്തോലിക്ക സഭയും പ്രണയവിരോധമൊന്നും അല്ല, അതുകൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഉത്തമഗീതം എന്ന് പറഞ്ഞൊരു പുസ്തകം, അല്ലേ? വിശുദ്ധ ബൈബിളിൽ ഉത്തമഗീതം എന്ന് പറഞ്ഞ് പ്രണയത്തെ പറയുന്ന ഒരു പുസ്തകം ഉണ്ടെന്നുള്ളതാണ് ഈ സഭ വിശ്വാസം. എത്രയോ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നതാണ്, വികാരങ്ങളെ മാനിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഉത്തമഗീതത്തിൽ മഹാജ്ഞാനിയായ സോളമൻ പറയാണ്, ഉത്തമഗീതത്തിന്റെ 8-ാം അധ്യായം 4-ാം വാക്യം, ഡു നോട്ട് അവൈക്ക് ലവ് ബിഫോർ ഇറ്റ്സ് ടൈം എന്നാണ് പറയുന്നത്. സമയമാകുന്നതിന് മുമ്പ് പ്രണയത്തെ തട്ടി ഉണർത്തരുത്. പഠിക്കേണ്ട പ്രായത്തിൽ, ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകേണ്ട പ്രായത്തിൽ, മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട പ്രായത്തിൽ, ആരോഗ്യകരമായ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കേണ്ട പ്രായത്തിൽ, അറിവ് നേടേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരുടെയെങ്കിലും വികലമായ പഠനങ്ങൾ കേട്ടിട്ട്, ആരുടെയെങ്കിലും പൊള്ളയായ ഉപദേശങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ആരെയെങ്കിലും വ്യക്തികളിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ കേന്ദ്രീകരിച്ച് ആകാശം നഷ്ടപ്പെടുത്തി കളയരുത്. ഡു നോട്ട് അവൈക്ക് ലവ് ബിഫോർ ഇറ്റ്സ് ടൈം. ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജോർജി നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്, അവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. യെസ്, അത് വ്യക്തമാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ സഭയ്ക്ക് പുറത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, വലിയ രീതിയിലുള്ളൊരു അറ്റാക്ക് നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ, കലാ സൃഷ്ടികളിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത് ഒരു തരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുക തന്നെ വേണം. എന്നാൽ അതിനേക്കാളും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഈ പ്രണയത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഈ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ, കത്തോലിക്ക വിശ്വാസത്തിന്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചവരെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ യുവാക്കന്മാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില അബദ്ധ പ്രബോധനങ്ങൾ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത്തരം വിഷയങ്ങളിൽ സഭ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ സഭ വിശ്വാസികൾ സ്വീകരിക്കേണ്ട ഒരു ജാഗ്രത എന്തൊക്കെയാണ്? ഈ സഭയുടെ പുറത്തുനിന്ന്
വരുന്ന ഒരു അറ്റാക്കിനേക്കാൾ വളരെ ഗൗരവമേറിയതല്ലേ സഭയുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറ്റാക്ക്? കാരണം അത് കുറെ കൂടി ഒരു തെറ്റിദ്ധാരണയിലേക്ക്, ഒരു വഴിതെറ്റാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് വളർന്നു വരുന്ന തലമുറയെ നയിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ സഭ സ്വീകരിക്കേണ്ട, സഭാ നേതൃത്വം സ്വീകരിക്കേണ്ട, സഭാ വിശ്വാസികൾ പുലർത്തേണ്ട ഒരു ജാഗ്രത എന്തൊക്കെയാണ് ഫാദർ ടോം മൂലിക്കരോട്ട്? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പുരാതന ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുടെ യുദ്ധകഥകളിൽ ട്രോയ് നഗരത്തെ കീഴടക്കുന്ന ഒരു കഥയിൽ ഭാഗമാണല്ലോ ട്രോജൻ കുതിര എന്ന് പറയുന്ന ഒരു പരാമർശം തന്നെ. അത് പുറമേ നിന്ന് ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിൽ ഒളിച്ചു വെച്ച പടയാളികൾ ഒരു കുതിരയ്ക്കുള്ളിൽ അതാണ് അതിന്റെ പ്രമേയം. ഈ ക്രൈസ്തവ വിശ്വാസത്തിനുള്ളിലും ഇങ്ങനെയുള്ള ചില ആളുകൾ പെടാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറമേ നിന്ന് ആക്രമിച്ച് കീഴടക്കുന്നതിനേക്കാൾ ഉള്ളിൽ അന്ധചിത്രങ്ങൾ, അബദ്ധ പ്രബോധനങ്ങളിലൂടെ അന്ധചിത്രങ്ങൾ വരുത്തിയിട്ട് ഈ സഭയെ ശിഥിലമാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. എനിക്ക് ഉള്ള ഒരു സംശയം, ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സഭാ വിശ്വാസികൾ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നുണ്ടോ, ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറവാണെന്നുള്ളതാണ് അതിന്റെ ഉത്തരം പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ആരെയും വേദനിപ്പിക്കാനോ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല, വളരെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ജോർജ്, നമ്മൾ ഇന്ന് കാണുന്ന ഈ സഭയിലെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരാൾ ഹിന്ദു മതത്തിൽ നിന്നോ ഇസ്ലാം മതത്തിൽ നിന്നോ ഇനി അതുമല്ല പെന്റക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു ധ്യാനം കൂടുകയോ കൺവേർട്ടഡ് ആയോ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്നു. അതും അല്ലെങ്കിൽ കള്ളു കുടിച്ചോ ഉഴപ്പി നടന്നോ ഒരു റൗഡിയായിട്ട് നടന്നോ ഒക്കെയുള്ള അവിശ്വാസത്തിൽ നടന്ന ഒരാൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്നു. നമ്മൾ പിറ്റേ ദിവസം ഈ ആൾക്ക് മൈക്കും ഒരു സദസ്സും കൊടുക്കുകയാണ്. ശരിയല്ലേ? ഈ ഒരു ജാഗ്രതയില്ലായ്മ എവിടെയാണ് നമ്മൾ കാണുന്നത്? ഈ വരുന്ന വ്യക്തി ഏത് ലക്ഷ്യത്തിൽ വരുന്നു? നമ്മൾ അയാളെ പഠിക്കുന്നുണ്ടോ? ഇനി അയാളുടെ മാനസാന്തരത്തിന്റെ ആഴത്തെക്കുറിച്ച് പരിശോധിച്ചറിയണ്ടേ? പ്രബോധനത്തിനുള്ള അവസരം അയാൾക്ക് പഠിപ്പിക്കാൻ, പ്രസംഗിക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് മുമ്പ് ഈസ് ഹിസ് കൺവേർഷൻ ഈസ് റിയൽ? ഈ ഒരു ചോദ്യം നമ്മൾക്ക് പരിശോധിക്കേണ്ടതല്ലേ? നമ്മൾ മാനസാന്തരങ്ങളുടെ വിലയെയോ അതിന്റെ പ്രാധാന്യത്തെയോ നിഷേധിക്കുകയല്ല ജോർജി. ഒരു സഭാ സംവിധാനം അതിന്റെ ആന്തരിക ബലത്തെ നിലനിർത്തുന്നതിന് പുറമേ നിന്ന് വരുന്നവർ ഏതുദ്ദേശത്തിൽ വരുന്നു, അവർ കാണിക്കുന്ന സ്നേഹത്തിന് എത്ര ആഴമുണ്ട്, അവരുടെ മാനസാന്തരം എത്ര യാഥാർത്ഥ്യമുള്ളതാണ്, അവർക്ക് സഭയുടെ പ്രബോധനവും വേദപുസ്തകവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം അറിവുണ്ട്, ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തി ആദ്യം അവർ ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസിയായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്തതിന് ശേഷമാണ് പ്രബോധകരാകാനും മൈക്ക് കൊടുക്കാനും പാവപ്പെട്ട വിശ്വാസികളോട് സംസാരിക്കാനുള്ള വേദി ഒരുക്കാനും ചെയ്യേണ്ടത്. ഇതില്ലാതെ, ഈ ജാഗ്രതയില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ ഫലം എന്താണ്? സഭയിൽ അബദ്ധ പ്രബോധകർ കൂടും, വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ അറിയത്തില്ലാത്ത ആളുകൾ കൂടും, സഭയുടെ ക്രൈസ്തവ സംസ്കാരത്തിന്റെ വിലയെക്കുറിച്ച് അറിയാത്ത പ്രബോധനങ്ങൾ നടക്കും. അപ്പോൾ നമ്മൾ കാണിക്കേണ്ട നിതാന്ത ജാഗ്രതയുണ്ട്. നമ്മളിലേക്ക് കൂടെ വരുന്ന ആളുകൾ ആദ്യം നല്ല കത്തോലിക്കരായി, ക്രിസ്ത്യാനികളായി ജീവിച്ച് അവരുടെ മാതൃക കണ്ട ശേഷമാണ് നമ്മൾ അവരെ പ്രബോധകരാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്നലെ മാനസാന്തരപ്പെട്ട സഭയിലേക്ക് വരുന്ന ആളുകൾ മാനസാന്തരത്തിന്റെ വിലയും സൗന്ദര്യവും എല്ലാം അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ജനിച്ച നാൾ മുതൽ വിശ്വാസത്തിൽ നിലനിൽക്കുകയും കർത്താവ് ഈശോ മിശിഹാ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിൽ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുകയും ചെയ്ത, ക്രൈസ്തവ മൂല്യബോധത്തിലും സംസ്കാരത്തിലും അടിയുറച്ചു ജീവിച്ച, വിശുദ്ധ വേദപുസ്തകത്തെ ജീവതീത നിയമമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയേക്കാൾ എന്ത് മഹത്വമാണ് ഇന്നലെ സഭയിലേക്ക് വന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ ഒരു വിശ്വാസം ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് പ്രബോധനത്തിനും പഠിപ്പിക്കലിനും ഇറങ്ങേണ്ടത്. ഈ ഒരു ജാഗ്രത നമുക്ക് കാര്യമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും സഭയ്ക്ക് ഉള്ളിൽ നിന്ന് ഇതിനെ ശിഥിലമാക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതിനാൽ തന്നെ പ്രസംഗിക്കുന്നവരെ, പഠിപ്പിക്കുന്നവരെ, ധ്യാനങ്ങൾ നടത്തുന്നവരെ ഒക്കെ നമ്മൾ കൃത്യമായി വിലയിരുത്തുകയും അവർക്ക് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും വിശുദ്ധ ബൈബിളിനെ കുറിച്ചും സഭാ ചരിത്രത്തെക്കുറിച്ചും ക്രിസ്ത്യൻ ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ ആവശ്യം അറിവുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ തികഞ്ഞ നിസ്സംഗതയും അലംഭാവുമായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു സഭാഗാത്രത്തിന്റെ അന്തചിത്രോത്തരോ തകർച്ചയ്ക്കോ കാരണമായെങ്കിൽ സ്വയം കൃതാനർത്ഥമെന്നല്ലാതെ ജോർജി നമ്മളതിനെ എന്ത് പേരിട്ട് വിളിക്കും? പ്രണയത്തെ സംബന്ധിച്ച് സഭയുടെ ഉള്ളിൽ നിന്ന്
ചിലർ ഉയർത്തിവിടുന്ന ചില അബദ്ധ പ്രബോധനങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഫാദർ ടോം ഒലിക്കരോട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പ്രേക്ഷകർക്കായി പങ്കുവെച്ച് നൽകിയത്. തീർച്ചയായിട്ടും സഭയുടെ പുറത്തുനിന്ന് വലിയ രീതിയിലുള്ള അറ്റാക്ക് ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ കൃത്യമായിട്ട് തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ എന്നാൽ ഒരു പരിധി കൂടി കടന്ന് തീർച്ചയായിട്ടും വലിയ ഗൗരവ സ്വഭാവത്തോടെ കാണേണ്ടത് സഭയുടെ ഉള്ളിൽ നിന്നും മിഠായി കടലാസിൽ പൊതിഞ്ഞ് ചിലർ വിളമ്പുന്ന ചില ഇത്തരത്തിലുള്ള ഒരു പാഷാണം കലർന്ന ഇത്തരത്തിലുള്ള ചില പ്രബോധനങ്ങൾക്ക് നേരെയാണ്. അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത പുലർത്തുവാൻ, അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ജാഗ്രതയോടെ വിശ്വാസികൾ അത്തരം കാര്യങ്ങളെ നോക്കി കാണേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി ഫാദർ ടോം ഒലിക്കരോട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പങ്കുവച്ചു. ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രണയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു കത്തോലിക്ക വിശ്വാസത്തിന്റെ ഒരു ആംഗിളിൽ പരിശുദ്ധ ബൈബിൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്, കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ ടോം ഒലിക്കരോട്ട് അങ്ങേക്ക് നന്ദി. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയുമായി വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.